യുക്രൈനിൽ അതിശക്തമായ ആക്രമണവുമായി റഷ്യ. യുക്രൈനിൽ ഡ്രോൺ മിസൈൽ മഴ തന്നെ റഷ്യ പെയ്യിച്ചു. 537 ഏരിയൽ വെപ്പണുകളാണ് കഴിഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ച പുലർച്ചെയുമായി റഷ്യ യുക്രൈനിലേക്ക് തൊടുത്തുവിട്ടത്. ഇവയിൽ 477 ഡ്രോണുകളും 60 മിസൈലുകളും ഉൾപ്പെടുന്നു. ഡ്രോണുകളിൽ ഭൂരിഭാഗവും ഇറാൻ്റെ സഹേദ് ഡ്രോണുകളായിരുന്നു. എന്നാൽ ഈ വെള്ളിയാഴ്ച മാത്രം 550 മിസൈലുകളും ഡ്രോണുകളുമാണ് റഷ്യ പ്രയോഗിച്ചത്. ഓട്കിൻസിലെ മിസൈൽ പ്ലാന്റും റഷ്യയുടെ കുതിച്ചുയരുന്ന പ്രതിരോധ വ്യവസായവും രാജ്യത്തിൻ്റെ ആക്രമണശേഷി വർദ്ധിപ്പിക്കും. ഒറ്റ രാത്രിയിൽ 1000 മിസൈലുകളും ഡ്രോണുകളും യുക്രൈൻ നഗരങ്ങളിലേക്ക് തൊടുത്തുവിടാൻ റഷ്യ ഇത് ഉടൻ പ്രാപ്തമാക്കുമെന്നാണ് വിലയിരുത്തൽ. യുക്രൈനിലേക്ക് നിരന്തരം കനത്ത ആക്രമണം നടത്തുകയാണ് റഷ്യയുടെ ലക്ഷ്യം. ഇതിലൂടെ യുക്രൈനിലെ ജനങ്ങളുടെ മനോവീര്യം തകർക്കാനും രാജ്യത്തിൻ്റെ പ്രതിരോധം ഇല്ലാതാക്കാനും കഴിയുമെന്ന് പുതിൻ കരുതുന്നു. മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ നിലനിർത്താൻ യുക്രൈൻ ബുദ്ധിമുട്ടുമെന്നും പുടിൻ കണക്കുകൂട്ടുന്നു. എന്തുകൊണ്ടാണ് നിരന്തരം റഷ്യ യുക്രൈനിലെ ജനവാസ മേഖലകളെ ലക്ഷ്യമിടുന്നത്? യുക്രൈൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ തളർത്തുകയാണ് റഷ്യയുടെ ലക്ഷ്യം. അതാണ് ജനവാസ കേന്ദ്രങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമണം നടത്തുന്നത്. നഗരങ്ങളെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് യുക്രൈൻ വലിയ പരിഗണന നൽകുമെന്ന് റഷ്യയ്ക്ക് നന്നായി അറിയാമെന്നും റഷ്യ യുക്രൈൻ സംഘർഷങ്ങളെ നിരീക്ഷിക്കുന്ന വിദഗ്ധനായ മൈക്കൽ കോഫ്മാൻ ദി ടെലിഗ്രാഫിനോട് പറഞ്ഞു. റഷ്യയുടെ പ്രതിരോധ വ്യവസായം വലിയ വളർച്ച കൈവരിച്ചതായാണ് റിപ്പോർട്ട്. ഇപ്പോൾ കുറഞ്ഞത് 2 വർഷത്തെ യുദ്ധത്തെ നേരിടാൻ ആവശ്യമായ ആയുധങ്ങൾ രാജ്യം ശേഖരിച്ചു വച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ മാത്രം ഡ്രോൺ ഉൽപ്പാദനം 17% വർദ്ധിച്ചു. പാശ്ചാത്യ ഉപരോധങ്ങൾ ചൈനീസ് കമ്പനികളുടെ സഹായത്തോടെയാണ് റഷ്യ മറികടന്നത്. ആയുധ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള അമേരിക്കയുടെ സമീപകാല തീരുമാനം യുക്രൈനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാട്രിയറ്റ് വ്യോമ പ്രതിരോധ മിസൈലുകളുടെ അഭാവം വലിയ തിരിച്ചടിയായേക്കാമെന്ന് യുക്രൈൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറഞ്ഞതായി ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. US മാത്രം നൽകാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടെന്നും യുക്രൈനിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ടെലിഗ്രാഫിനോട് പറഞ്ഞു. ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്ന PAC-3 ഇൻ്റർസെപ്റ്ററുകളുടെ അഭാവം കീവ് പോലുള്ള നഗരങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പ് സുരക്ഷിതമായ നഗരങ്ങൾക്ക് ഇത് വലിയ ഭീഷണിയാണ്. US ആയുധ വിതരണം നിർത്തിവയ്ക്കുന്നത് ആഭ്യന്തര സുരക്ഷയിൽ എന്ന പോലെ യുദ്ധകളത്തിലും യുക്രൈന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. റഷ്യൻ വ്യോമഭീകരത വളരുകയാണ്. യുക്രൈൻ നഗരങ്ങളെയും സാധാരണക്കാരെയും അത് ലക്ഷ്യമിടുന്നതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ യുക്രൈൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇല്ലാതായി എന്നല്ല ഇതിൻ്റെ അർത്ഥമെന്നും യുക്രൈൻ സൈനിക വൃത്തങ്ങൾ പറഞ്ഞതായി ടെലിഗ്രാഫിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ വർഷം മുഴുവൻ യുക്രൈൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്നും സൈനിക വൃത്തങ്ങൾ പറയുന്നു.